നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത ശ്രീകുമാർ, ഹോമിയോപ്പത്തിക് ഫിസീഷ്യനാണ്. ഇപ്പോഴത്തെ ഫസ്റ്റ് മദേഴ്സിനെല്ലാം ഉള്ളൊരു ടെൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ജനിച്ച കുഞ്ഞു മുതൽ 6 മാസം വരെ പ്രായമുള്ള കുട്ടിക്ക് എന്തൊക്കെ ആഹാരം നമുക്ക് കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ആഹാരം കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. അവർക്ക് വെള്ളം കൊടുക്കണോ, അവർക്ക് തേൻ കൊടുക്കാമോ, അവർക്ക് ഗ്രേപ്പ് വാട്ടർ കൊടുക്കാമോ, അവർക്ക് കുറുക്ക് കൊടുക്കാമോ? ഇതൊക്കെയാണ് എല്ലാ അമ്മമാരുടെയും ഏറ്റവും വലിയൊരു ടെൻഷൻ തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ജനിച്ച കുഞ്ഞു മുതൽ 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞിന് ഒരു തരത്തിലുള്ള ആഹാരവും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവർക്ക് മുലപ്പാൽ മാത്രം, അതായത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു വെള്ളം പോലും നമ്മൾ ആ ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രസ്റ്റ് മിൽക്ക് അഥവാ മുലപ്പാലിലൂടെ ഒരു കുഞ്ഞിന് വേണ്ട, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും അവർക്ക് ആവശ്യത്തിനുള്ള, ശരീരത്തിന് ആവശ്യമുള്ള വെള്ളമാണെങ്കിൽ പോലും കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ ആഴ്ച തോറുമുള്ള ആ ജനിച്ച കുഞ്ഞിൻ്റെ വെയ്റ്റ് ഗെയിൻ നോക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. മറ്റ് ആഹാരങ്ങൾ ഈ സമയത്ത് കുഞ്ഞിന് കൊടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ആ കുഞ്ഞിന് പലതരത്തിലുള്ള അലർജീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വയറ് സംബന്ധമായിട്ട് കുറേ അലർജീസ് ഉണ്ടാവാം. കാരണം ആ 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞിൻ്റെ സ്റ്റൊമക്കാണെങ്കിലും ഇൻറ്റസ്റ്റൈൻസ് ആണെങ്കിലും പ്രോപ്പർലി ആൻഡ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മറ്റ് ആഹാരങ്ങൾ ഈ സമയത്ത് ആ ഒരു ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. പക്ഷേ ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷനുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും കാര്യമായ അസുഖങ്ങളുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ മാത്രമാണ് നമ്മൾ ഫോർമുല ഫീഡും മറ്റ് ഫീഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. എത്രത്തോളം നല്ലോണം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുവോ അത്രത്തോളം നന്നായിട്ട് ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഈവൻ ആ കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള മെമ്മറിയും കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഓൾവേസ് ഹാവ് എ ഹെൽത്തി ബിഗിനിങ്. താങ്ക് യു.